പുകയുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലേക്കൊന്ന് പോകാം. എന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെ ഇറാൻ കഴിഞ്ഞ ദിവസം വലിയൊരു ആക്രമണം നടത്തി. 200ഓളം വരുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചൊരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഇനി എല്ലാവരും ആശങ്കയോടുകൂടി നോക്കുന്നത് ഇസ്രായേൽ എങ്ങനെ ഏത് തരത്തിൽ മറുപടി നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ മറുപടി അനുസരിച്ച് നിൽക്കും പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഭാവിയും അതിൻ്റെ ഗതിയും ഒക്കെ. അപ്പോൾ ഒരു യുദ്ധത്തിനില്ല എന്ന് ഇറാൻ പറയുന്നെങ്കിൽ കൂടിയും ഇതൊരു പ്രകോപനമായി ഇസ്രായേലും അമേരിക്കയും ഒക്കെ കാണുന്നുണ്ട്. യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് മാറുമോ ഇറാൻ്റെ ഈ ആക്രമണത്തോടു കൂടി എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നത്. നിഷാദ്, ഇറാന് ഒരു ഇൻറ്റേർണൽ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഇത്രയൊക്കെ ആയിട്ടും ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇൻറ്റേർണൽ പ്രഷർ അവിടെ നിന്ന് ഉണ്ടായിരുന്നു. എല്ലാറ്റിനെയും ഒടുക്കമായിരിക്കണം ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടാവുക. അത് ഇറാന് ദോഷം ചെയ്യുമോ അതോ പിടിച്ചെടുക്കാൻ കഴിയുമോ? ഇത് ഏത് തരത്തിലുള്ള യുദ്ധമായി വികസിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമുക്കതിൽ പറയാൻ പറ്റുക. കാരണം ഈ ഇറാൻ ഒരു വാർ ഓപ്പൺ ചെയ്തിരിക്കുകയല്ല. ഒന്നാമത്തത് മിസൈലുകൾ പ്രയോഗിച്ചെന്നത് ശരിയാണ്. ഇതിന് മുമ്പും അവരുടെ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ടതിന് മറുപടിയായിട്ട് അവർ പരിമിതമായ ആക്രമണം നടത്തിയിരുന്നു. ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു, നിങ്ങളും അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾക്ക് മേലും ഞങ്ങളുടെ ആളുകൾക്ക് മേലും നിങ്ങൾ നടത്തിയ ആക്രമണത്തിന് ഞങ്ങൾ ശരിയായ മറുപടി തന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഇത് യുദ്ധം വലുതാകുമെന്ന് പറഞ്ഞ് ഇറാൻ കഴിഞ്ഞ തവണത്തേതുപോലെ ഈ അധ്യായം അടയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇറാൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധത്തിന് ഒരു നിലയ്ക്കും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൽ വളരെ പെട്ടെന്ന് ഇസ്രായേലിൻ്റെ റിറ്റാലിയേഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം ഒരുപക്ഷെ കാണാൻ സാധ്യതയുള്ളത് ഒരു ലോങ് ടേം സ്വഭാവത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വാറായിട്ട് മാറാനുള്ള സാധ്യത ഒരർത്ഥത്തിൽ കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇസ്രായേലിനെ തകർക്കണം, ഇസ്രായേലിന് വലിയ പരിക്കുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചേ അല്ല ഇന്നലത്തെ ഇത്രയും മിസൈലുകൾ അയക്കുന്നത്. ഇതെല്ലാം വളരെ പ്രിസിഷൻ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഫത്തഹ് 1 എന്ന് പറഞ്ഞ മിസൈൽ, ആ മിസൈൽ അവരുടെ ഏറ്റവും ആധുനികമായ മിസൈലുകളിലൊന്നാണ്. അത് വെച്ചാൽ അതിന് കൃത്യമായി, അതായത് അതിൻ്റെ ടാർഗറ്റ് വളരെ കൃത്യമായി തീരുമാനിച്ച് അവിടേക്ക് കൊണ്ട് കുത്തിക്കാൻ പറ്റുന്ന മിസൈലാണ്. അപ്പോൾ എവിടെ പോയി വീഴണം, സാധാരണ ജനങ്ങൾക്ക് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ പാടില്ല, ഗുരുതരമായ അപകടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. മിസൈൽ അയച്ചു എന്നത് മാത്രം ഞങ്ങൾക്കും ഞങ്ങളുടെ ജനതയ്ക്കും ബോധ്യപ്പെടണം വിചാരിച്ച് ചെയ്തിട്ടുള്ളതാണത്. അതർവൈസ് അവർക്ക് വേണമെങ്കിൽ ഈ വളരെ പോപ്പുലേറ്റഡ് ഏരിയയെ കൊണ്ട് ഇത് ഓഫ് കോഴ്സ് ഇസ്രായേൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം മിസൈലുകൾ ഇസ്രായേൽ തകർത്തു. പക്ഷേ ചിലതൊക്കെ വന്ന് വീണു. ഉപയോഗിച്ചതിൽ അവരുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച മിസൈലുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ഈ പ്രിസിഷൻ മിസൈലുകൾ എന്ന് വെച്ചാൽ ഇത്രയും അതിൻ്റെ പ്രത്യേകത എന്ന് ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് 18,000 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒന്ന്, 18,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു മിസൈൽ ഉപയോഗിക്കുകയാണ്. ആ മിസൈൽ ഉപയോഗിക്കുമ്പോൾ അതിന് പരമാവധി ഹൈറ്റിലേക്ക് പോകാൻ കഴിയും, അതിന് താപശേഷിയെ പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ സാധ്യതകളുള്ള ഒന്ന് എന്ന് പറയുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചിരിക്കുകയാണ്. വന്ന് വീണ്ടും സ്ഥലങ്ങളിലൊന്നും ആർക്കും കാഷ്വാലിറ്റി ഉണ്ട്. ഇത്രയും മിസൈൽ 1800 മിസൈൽ പ്രയോഗിച്ചിട്ട് ആർക്കൊന്നും ഉണ്ടാവില്ല. ഇറാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇറാൻ കുറേ ആൾക്കാരെ കൊന്നു, തിരിച്ചടിക്കണമെന്നൊരു ഫീല് ലോകത്തുണ്ടാവരുതെന്ന നിർബന്ധം കൂടി അവർക്കുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇസ്രായേൽ അതിനോട് ചിലപ്പോൾ ഒരു പ്രതികാര ബുദ്ധിയോടുള്ള സമീപനം എടുക്കുമായിരിക്കും. ഒന്നാമത്തേത്, ഇസ്രായേൽ നമ്മൾ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിടുക, ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുക, ഇറാൻ്റെ ആണവ പദ്ധതികൾ തകർത്തു എന്ന് ലോകത്തോട് പറയുക, എന്നിട്ട് റീജിയണിലെ എല്ലാ ത്രെട്ടും ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ഒക്ടോബർ 7 പ്രഖ്യാപിക്കുക എന്നത് ഇസ്രായേലിൻ്റെ സ്വപ്നമായിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഒക്ടോബർ 7 മുമ്പ് ഇറാനിലേക്കൊരു വലിയ അറ്റാക്ക് നടക്കാൻ പോകുന്നു എന്നാണ്. അതിനുശേഷം ഞങ്ങളുടെ ടാർഗറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇസ്മയിൽ ഹനിയെ ഞങ്ങൾ കൊന്നു, ഹസൻ നസ്രുള്ളയെ ഞങ്ങൾ കൊന്നു, ഇറാനിലെ പ്രധാനപ്പെട്ട തടസ്സങ്ങളെല്ലാം ഞങ്ങൾ നീക്കി കഴിഞ്ഞിരിക്കുന്നു, മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ്. ഇതൊരു യുദ്ധമായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളും ഇല്ലാതാവട്ടെ എന്നാണ് ആഗ്രഹിക്കേണ്ടി വരിക. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പോലും ഇന്ത്യയിൽ എത്രയോ ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ കാര്യം എടുത്താൽ ഇറാനുമായിട്ട് ഇന്ത്യക്ക് എന്തുമാത്രം വ്യാപാര ബന്ധമുണ്ട്, ഇസ്രായേലിൻ്റെ കാര്യം എടുത്താൽ എന്തുമാത്രം ബന്ധമുണ്ട്, ഇസ്രായേലിൽ ഇന്ത്യക്ക് എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇറാനിൽ ഇന്ത്യക്ക് എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഇവിടെ നോക്കിയാൽ പോലും അപ്പോൾ യുദ്ധമായി വികസിക്കുന്നത് ഒരു നിലയ്ക്കും അതിപ്പോൾ അന്താരാഷ്ട്ര രംഗത്തെ എണ്ണവിലയുടെ കാര്യത്തിലായാലും കൊള്ളാം, ഇന്ത്യ എന്ന രാജ്യത്തിനെ പ്രത്യേകമായി എടുത്താൽ നമ്മുടെ ബിസിനസ് താല്പര്യങ്ങൾ, നമ്മുടെ മനുഷ്യ താല്പര്യങ്ങൾക്കെല്ലാം അപ്പുറത്തായിരിക്കും യുദ്ധമായിട്ടത് വികസിച്ച് പോയാൽ. പക്ഷേ ഇതൊരു കാരണമാക്കുമെന്നും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. കാരണം ഇറാൻ്റെ ഒരു ആക്രമണം 10,800 മിസൈൽ ഞങ്ങളുടെ ആകാശത്തും ടെല്ലവീവിലും വന്നിട്ട് ഇപ്പോൾ അവിടെ വേറൊരു സൂയിസൈഡ് അറ്റാക്ക് നടന്നല്ലോ. അപ്പോൾ അത് നടന്നിട്ട് ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചിരിക്കാൻ അവർക്ക് പറ്റില്ല. ഒന്നാമത്. രണ്ടാമത് അവർ പ്രതീക്ഷിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും ഇതാണ്, ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രൊവൊക്കേഷൻസ്. ഇറാനും അത് പ്രതീക്ഷിക്കുന്നത് കേൾക്കുന്നു. അപ്പോൾ ഏത് സമയത്തും ആക്രമണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം മുഴുവൻ. ഇന്ത്യ പോലും എല്ലാ തരത്തിലുള്ള ട്രാവൽ നിർദ്ദേശങ്ങളും ഇന്ത്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഏത് സമയത്തും അറ്റാക്ക് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അതിനൊരു പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ട്. പക്ഷേ ഒരു പൂർണ്ണ സ്വഭാവത്തിലുള്ള വാർ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മണിക്കൂറുകളും ഫൈറ്റർ ജെറ്റുകൾ പറന്നു പോകുന്ന
തരത്തിലുള്ള യുദ്ധമായി വികസിക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഇത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവേളകളുടെ സംഗതിയായിട്ട് ഒരു പക്ഷേ തുടർന്നേക്കാം. അജിംസ്, ഒരു ദുർബലാവസ്ഥയിൽ ഇറാൻ നിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട്, എന്തെങ്കിലും ഒരു ധൈര്യം ഇവിടെ നിന്ന് ഉണ്ടാവുമോ? അതോ ഒരു യുദ്ധത്തിലേക്ക് പരിണമിക്കുകയാണെങ്കിൽ ഇറാന് ഏതെങ്കിലും തരത്തിൽ പിന്തുണ പുറം രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഇറാൻ ഇപ്പോൾ നടത്തിയ അറ്റാക്ക് ഒരു പ്രതികാര ബുദ്ധിയിൽ ചെയ്ത കാര്യമേ അല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ കൊന്നു. ഹസൻ നസ്രുള്ള ഇസ്രായേൽ കൊന്നിട്ട് ഇറാൻ എന്ത് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ ഹിസ്ബുള്ളയുടെ അണികൾക്കിടയിൽ ഉണ്ടാവുമല്ലോ. ഇറാൻ എന്താണൊന്നും ചെയ്യാത്തത്? ഹിസ്ബുള്ള സപ്പോർട്ടേഴ്സായിട്ടുള്ള ഇറാൻ പൗരന്മാർക്കിടയിൽ ഉണ്ടാവുമല്ലോ, ഇതെന്താണ് ഇറാൻ ഒന്നും ചെയ്യാത്തത്? ഇവരെ തൃപ്തിപ്പെടുത്തുക, അതായത് തങ്ങളുടെ പ്രോക്സികളായിട്ടുള്ള ഈ പറയുന്ന ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും അതുപോലെ ഇറാഖിലെയും യമനിലെയും സിറിയയിലുമെല്ലാം അവരെ പിന്തുണയ്ക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള അറ്റാക്ക് മാത്രമാണ്. അറ്റാക്ക് ഇപ്പോൾ നിഷാദ് വിശദീകരിച്ച പോലെ ഇത് സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കാനേ അല്ല. വന്ന് വീണത് മൊസാദിൻ്റെ മുറ്റത്താണ്. മൊസാദിൻ്റെ കെട്ടം നിൽക്കുന്നതിൻ്റെ 50 മീറ്റർ അപ്പുറയാണ് ഒരു വലിയ ഗർത്തം രൂപപ്പെടുത്തിക്കൊണ്ടൊരു മിസൈൽ വന്നു വീണത്. അങ്ങനെ മിലിറ്ററി ഇൻസ്റ്റലേഷനെയാണ് അത് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എയർ ബേസുകൾ, F-16 വിമാനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള എയർ ബേസുകളിലൊക്കെയാണ് ഇത് വന്ന് വീണിട്ടുള്ളത്. അതിൻ്റെ കാഷ്വാലിറ്റി എത്രയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അത് ഇസ്രായേൽ പുറത്തു വിടുകയില്ല. ആളുകളെ കൊല്ലുക എന്നുള്ളതായിരുന്നില്ല അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ്, ഹസൻ നസ്രുള്ളയെ കൊന്നതിനും ഇസ്മായിൽ ഹനിയെ കൊന്നതിനും ഞങ്ങളിതാ പ്രതികാരം ചെയ്തു എന്ന് ഇറാൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ഈ മേഖലയിലെയും അല്ലാത്തടത്തുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതൊരു ടെലിവൈസ്ഡ് അറ്റാക്കായിരുന്നു. ധാരാളം വിഷ്വലുകൾ, അതായത് ആകാശത്ത് പൂത്തിരി എത്തുന്ന പോലെയുള്ള വിഷ്വലുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 200 മിസൈലുകൾ അയച്ചു എന്ന് പറയുന്നു. 200 മിസൈലുകൾ ഒരു 90% അത് എയർ ഡോം സംവിധാനം അത് തകർത്തിട്ടുണ്ടാവും. ഒരു 10% അവിടെ വീണിട്ടും ഉണ്ടാവും. അതേ ഇറാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഈ സ്ഥിതി ഗുരുതരമാകുന്ന വിഷയം അതല്ല. ഈ ഒരു അറ്റാക്ക് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതാണ് ഇനി 4 ദിവസം കഴിഞ്ഞാൽ ഒക്ടോബർ 7 ആണ്. ഈ സംഘർഷത്തിൻ്റെ 1ാം വാർഷികമാണ്. 1ാം വാർഷികത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ എന്താണ്, വലിയ നേട്ടങ്ങളാണ്. ഹനിയെ കൊന്നു, നസ്രുള്ളയെ കൊന്നു. ലബനാൻ ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലബനാൻ്റെ തെക്കൻ അതിർത്തിയിൽ ഇസ്രായേലിൻ്റെ കരസേന കടന്നു അങ്ങോട്ട്. പക്ഷേ ഹിസ്ബുള്ളയും കരസേന തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അവർ പിൻവാങ്ങി എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. നമുക്ക് കൃത്യം യാഥാർത്ഥ്യം അറിയില്ല. അതായത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, ഹമാസിന് ഒരു പരിധി വരെ തകർക്കാൻ കഴിഞ്ഞു. ഹമാസിൻ്റെ പ്രവർത്തനശേഷി തകർക്കാൻ കഴിഞ്ഞു. നമുക്കിപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. കാരണം ഹമാസ് പ്രതികരിക്കുന്നില്ല ഇപ്പോൾ ഒരു കാര്യത്തിൽ. ഹമാസും IDF തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളില്ല. അവർ ഏകപക്ഷീയമായിട്ട് ബോംബിടുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഹമാസിന് മാരകമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഒക്ടോബർ 7 ഇത്രയും നേട്ടങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഒക്ടോബർ 7 യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു, ഞങ്ങൾ യുദ്ധം വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കലല്ല. അത് അവരുടെ ലക്ഷ്യമേ അല്ല. ഒരു ഇറാൻ്റെ ടെറിട്ടറിയിൽ കയറിയ ഒരു ആക്രമണം ഇസ്രായേലിന് അനിവാര്യമാണ്. അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ചർച്ച. അത് അവരുടെ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റീസിനെ ആക്രമിക്കണോ? അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ന്യൂക്ലിയർ ശക്തി കുറയ്ക്കാൻ കഴിയുമോ? അതല്ല, അവരുടെ ഓയിൽ ഫീൽഡിനെ ആക്രമിക്കണമോ? ഇത് രണ്ടും ഇറാനെ മാത്രം ബാധിക്കുന്ന വിഷയവുമല്ല. അപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റീസിനെ മുഴുവനായി ആക്രമിച്ച് തകർക്കാൻ കഴിയുമെന്നൊരു ചർച്ച ഇസ്രായേലിലുണ്ട്. അങ്ങനെ കഴിയില്ല. കുറഞ്ഞൊരു 40-50% തകർക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു നേട്ടമായി നമുക്ക് കാണിക്കാൻ കഴിയും എന്നാണ് അവർ വിചാരിക്കുന്നത്. മറ്റൊന്ന്, ഓയിൽ ഫീൽഡിൽ ആക്രമിക്കുക. ഓയിൽ ഫീൽഡിൽ ആക്രമിച്ചാൽ ഉടനെ തന്നെ എണ്ണവില കുതിച്ചു വരും. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിലേക്ക് വരികയും ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഈ രണ്ട്, അതായത് ന്യൂക്ലിയർ അപ്പാരറ്റസിനെ ആക്രമിച്ചാലും ഓയിൽ ഫീൽഡിൽ ആക്രമിച്ചാലും അത് ലോക രാഷ്ട്രീയത്തെയും ലോക സമ്പദ് വ്യവസ്ഥയും മൊത്തം പ്രശ്നമാക്കുന്ന, കലുഷിതമാക്കുന്ന ഒരു വിഷയമാണ്. ഇസ്രായേൽ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു മിസൈൽ അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത് വന്നു ചേരുന്നത്. ഈ ഒറ്റ കാരണം അതിലേക്ക് പോയി ആക്രമിക്കാൻ. ഇന്നലെ തന്നെ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നലെ വാർ ക്യാബിനറ്റ് കൂടിയിരുന്നു. അത് ബങ്കറുകളിലാണ് കൂടിയെന്നാണ് പറയുന്നത്. ബങ്കറുകളിൽ ഇരുന്നിട്ടാണ് ആ വാർ ക്യാബിനറ്റ് കൂടിയത്. തീർച്ചയായിട്ടും ഈ പറയുന്ന ഒക്ടോബർ 7 മുമ്പ് അത് ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒക്ടോബർ 7 മുമ്പ് ഉണ്ടായില്ലെങ്കിൽ പിന്നീട് ഈ വർഷം, ഇത് നവംബറിലോ ഡിസംബറിലേക്കോ നീട്ടിവെച്ചാൽ പോലും ഇസ്രായേൽ നേരിടുന്ന വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ഈ US തെരഞ്ഞെടുപ്പാണ്. US തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ UN സെക്യൂരിറ്റി കൗൺസിലിലോ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ തന്നെയും ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. അതായത് സൈനിക സഹായമാവട്ടെ, യുദ്ധനീക്കങ്ങളാവട്ടെ, ആ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം വരും. ഒരു മരവിപ്പ് വരും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ. ആ മരവിപ്പ് മൂലം അത് പിന്നിടത്തേക്ക് മാറ്റി വയ്ക്കണം, അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കണം എന്നുള്ള ചർച്ചയൊക്കെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഇറാൻ്റെ മേൽ ഒരു ആക്രമണം അനിവാര്യമാണ്. ഇസ്രായേൽ അത് ചെയ്തിരിക്കും. കാരണം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകേണ്ടതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അവർക്കാണ്. അവരത് ചെയ്യും. ഇറാനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് മാത്രമേ ഈ യുദ്ധത്തെ വേറൊരു ലെവലിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ്. കാരണം യുദ്ധം നിർത്തുക എന്ന് പറയുന്നത് ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചോ? ഇല്ല. എന്താണ് ഇസ്രായേലിൽ ജനങ്ങളുടെ ആവശ്യം? എന്താണ്? ഹമാസ് പിടിച്ചുകൊണ്ട് ബന്ദികളെ മോചിപ്പിക്കണം.
ഹമാസിനെ തകർക്കണം. ഹമാസ് തകർന്നോ? ബന്ദികളെ മോചിപ്പിച്ചോ? ഇതൊരു യുദ്ധനേട്ടമേ അല്ല അർത്ഥത്തിൽ ഇസ്രായേലിന്. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ഇല്ലാത്ത യുദ്ധനേട്ടങ്ങളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുക. ഹസനെ ശ്രുതയെ കൊന്നു, ഹനിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക എന്നല്ലാതെ അവരുടെ മുമ്പിൽ വേറെ മാർഗ്ഗമില്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇനി അങ്ങനെ ഒരു പ്രൊലോങ്ഡ് വാറിലേക്ക് നീങ്ങുകയാണ്, ഒരു റീജിയണൽ വാറിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേൽ സംശയിക്കുന്ന, ഇസ്രായേലിൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് മറ്റ് പ്ലെയേഴ്സ് ഇതിലേക്ക് വരുമെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാന ശക്തികൾ സൗദി, UAE പോലുള്ളവർ ഇതിൽ സംഘം ചേർന്ന് ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നവർ പേടിക്കുന്നില്ല. അല്ലെങ്കിൽ തുർക്കി ഇടപെടുമോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ തുർക്കി, സൗദി പോലുള്ള വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, അവരത് ചെയ്യില്ല. അവിടെ ഏറ്റവും കൂടുതൽ ആശങ്ക, ഇസ്രായേലിനെ സംബന്ധിച്ച ആശങ്ക, റഷ്യ ഇറങ്ങി കളിക്കുമോ എന്നുള്ളതാണ്. റഷ്യ ഇറങ്ങി കളിക്കുമോ എന്ന് വെച്ചാൽ റഷ്യയുടെ സപ്ലൈ മീൻസ് ആയുധങ്ങൾ ഇറാന് ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ചെറുക്കാൻ ഇറാന് കഴിയും. അങ്ങനെ അവർ ചെയ്യുമോ എന്നൊരു ആശങ്ക മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ റഷ്യ നമുക്കറിയാം അവിടെ ലോക്കായി കിടക്കുകയാണ് യുക്രൈനിൽ. അപ്പോൾ ഇത്തരം സന്നിഗ്ധാവസ്ഥകളുണ്ട്. നമുക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കൂടുതൽ മൂർധന്യത്തിലേക്ക് വരുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഒക്ടോബർ നവംബറിലേക്ക് വരികയാണ്. ആ സമയത്ത് ഒരു അറ്റാക്ക് ഉണ്ടാവുമോ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കവാറും അതൊരു അനധിവിദൂര ഭാവിയിൽ തന്നെ ഒരു 2025 തുടക്കത്തിലേക്കെങ്കിലും ഇതിൻ്റെ യുദ്ധം ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു തിരുത്ത്, 1800 മിസൈലുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. 180 200 ഇടയ്ക്ക് മിസൈലാണ്. പിന്നെ അതിൻ്റെ സ്പീഡാണ് 18,000 km/h സ്പീഡാണ്. 1600 കിലോമീറ്ററാണ് ഫത്താഹ് മിസൈലിൻ്റെ പരമാവധി ദൂരശേഷി. ശരി, എന്തായാലും ഇസ്രായേൽ എങ്ങനെ ഇറാൻ ആക്രമണത്തോട് മറുപടി നൽകും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഭാവിയും ഗതിയും. ഔട്ട് ഓഫ് ബോക്സ് അവസാനിക്കുന്നു. നമസ്കാരം.